മരുന്ന്. ചേട്ടാ പൈസ. ഓ അതൊന്നും വേണ്ട മോനെ. ചേട്ടൻ ശരിക്കും ആരാ ഏട്ടാ? ദൈവമാണോ? ഓരോ സ്ഥലത്തും ഓരോ വേഷത്തിൽ. എല്ലായിടത്തും നിങ്ങളെ കാണാമല്ലോ. ഒരു ജീവിതമല്ലേ ഉള്ളൂ, ജീവിക്കണ്ടേ അനിയാ. സോറി ഇക്ക, നീ എന്തിനാണ് അങ്ങനെയൊക്കെ വിളിച്ചു പോകാൻ പോയത്? ഇത്ര നാളെ എനിക്ക് മാത്രം ഉണ്ടായിരുന്നുള്ള ചീത്തപ്പേര് ഇപ്പൊ രണ്ടാൾക്കും ആയില്ലേ? ആ പേരൊക്കെ തലയിലാണ്ടല്ലോ, പോവാ നല്ല പാടാ. അതൊന്നും ഞാൻ അപ്പോൾ ഓർത്തില്ലിക്ക. നീ അങ്ങേര് ചെന്നിന് നാട്ടുകാർത്തൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്തോ. എന്തേലും പറയട്ടെ, എനിക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഈ ആശ്വാസം അധികം നാളൊന്നും കാണത്തില്ല. ഇനിയുള്ള 4-5 വർഷം നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചിരിക്കുന്നു നമ്മളെ ഭാവി. ഒറ്റ ദിവസം കൊണ്ടുവന്ന ചീത്തപ്പേര് പോകാനേ വർഷങ്ങളെടുക്കും. മനസ്സിലായിക്ക, ഞാൻ ഇനി നല്ലപോലെ പഠിച്ചോളാം. പഠിച്ചാൽ നിനക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. നീ ഇതെന്തിനാ വരാൻ പറഞ്ഞു? അടിവിടാൻ വയ്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അന്നത്തെ കുണച്ച മെസ്സേജ് കണ്ടപ്പോ അതിന്റെ വാശി കയറി വന്നതാണ് ഞാൻ. എന്തോന്ന് കുണച്ച മെസ്സേജ്? നീ അയച്ചില്ലേ, നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ. ആ, ഈ ദേഷ്യത്തിൽ വായിച്ചാൽ നിനക്കതൊരു കുണച്ച മെസ്സേജ് ആയിട്ടേ തോന്നൂ. പിന്നെ എടാ ക്നാപ്പ, അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാ മതി. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ എന്തായാലും ഇവിടെ വന്ന് പെട്ടു. നീയും കൂടി ഇവിടെ വന്ന് ഈ വെയിലത്ത് കിടന്ന് പുഴുക്കണ്ടെന്ന് വിചാരിച്ചാണ് വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നീ അച്ഛൻ്റെ വാക്കും കേട്ട് പെട്ടിയെടുത്ത് ഇങ്ങോട്ട് കയറി പോന്നു. അങ്ങേർക്ക് അവിടെ കാലുമ്പോ കാലും കയറ്റി ടിവിയും കണ്ട് കട്ടൻ ചായ മിച്ചറും കഴിച്ചിരുന്നാ മതി. ഒരു പണിക്കും പോവാണ്ട് ഓരോരുത്തരും 4 പാടൊന്നും കടവും വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ആ വീട് ഓടുന്നതിന് നമ്മുടെ അമ്മ ചീര വിറ്റും ചിട്ടി പിടിച്ചൊക്കെയാണ് ആജ്ഞാപിക്കാൻ മാത്രമായിട്ടൊരു ഗൃഹനാഥൻ. ഈ പ്രായത്തിൽ നമ്മളെ 2 പേരും ഗൾഫിലേക്ക് കയറ്റി അയച്ചെന്തോ വലിയ കാര്യം ചെയ്ത മട്ട. അങ്ങേരുടെ കടം വീട്ടാനാണ് നമ്മളെയൊക്കെ കൂടി കയറ്റി അയച്ചത്, അല്ലാതെ നിന്റെ എൻ്റെ ഒന്നും ഫ്യൂച്ചർ കണ്ടിട്ടല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ ചൂടാവരുത്. ഈ വെയിലത്തിന് എന്തോന്ന് ചൂടാവാൻ? നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്നാ 2 പേരുടെയും ജീവിതം കരിഞ്ഞു പോകും. അതുകൊണ്ട് നീ നാട്ടിൽ പോയി എന്തെങ്കിലും കോഴ്സ് പഠി. കോഴ്സ് തുലിക്കാൻ നിന്റെ അച്ഛൻ തരുമോ പൈസ? അണ്ണ എനിക്കും കൂടി സൈക്കിൾ തരുമോ അണ്ണ? നീ ഒന്നും ഓടിക്കണ്ട. നീ നാട്ടിൽ പോയി എന്തേലും പഠിക്ക്.
ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് നിനക്ക് കാശ് അയച്ചു തരാം. ഓ, നീ എനിക്ക് വേണ്ടി അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിക്കണ്ട. ചേട്ടനെ പഠിപ്പിക്കാൻ വേണ്ടി മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനിയൻ കൊള്ളാം. പുല്യ ത്യാഗമൊന്നും അല്ല, നിനക്കല്ലേ ഏജ് ഓവറാവുന്നത്. അതുകൊണ്ട് നീ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നെയും കൊണ്ട് എന്തെങ്കിലും പഠിപ്പിക്കും. ഇല്ലേ നമ്മളെ രണ്ടുപേരെയും ജീവിതം തൊലഞ്ഞു പോവും. അല്ല നിന്റെ തന്ത ഒന്നും കൊണ്ട് തരാൻ പോണില്ല. ഹലോ ആഷ്ന, മോളെ നിനക്ക് സ്കോളർഷിപ്പ് എടുത്ത് പഠിക്കാൻ പോണോ? എന്നാ പൊക്കോ. വാപ്പയോട് ഞാൻ പറഞ്ഞോളാം. അപ്പ കാശാര് തരും? എനിക്ക് ആ കളർ തരോ? ഇതാ അതിനെന്താ, ഞാനല്ലാതെ പിന്നെ ആര്? ഞാൻ അല്ലാതെ പിന്നെ ആര്? വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞോമലല്ലേ, എന്നാളും നാം ഇനിയുന്നേ, നീ എന്റെ സുഖമാണോ? ഇക്കോ ആ എത്ര വേണമെങ്കിലും പഠിച്ചു, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. കരയണ്ട. നിനക്ക് എന്നെ കാട്ടി നല്ല ചെറുക്കനെ കിട്ടും. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്ക് നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ. വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞോമലല്ലേ, എന്നാളും